നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 227ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത നർത്തകി പത്മശ്രീ ചിത്രാ വിശ്വേശ്വരനെ കുറിച്ചിട്ടാണ്. ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് ദോഹ തിയേറ്ററിൽ വെച്ച് ശ്രീമതി ചിത്രാ വിശ്വേശ്വരൻ്റെ ഭരതനാട്യം കാണുന്നത്. അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി എത്രയോ നാളുകൾക്ക് മുമ്പ്, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഒരുപാട് ഇന്ത്യൻ സംഘടനകൾ അന്ന് ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ, ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത് പല പല കലാപരിപാടികൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ താമസിക്കുന്ന ഫ്രിജിൽ ഉംറാൻ എന്ന സ്ഥലത്തു നിന്നും ദോഹ തിയേറ്ററിൽ എത്തി ഇവരുടെ നൃത്തങ്ങൾ കാണുന്നത്. ഏറ്റവും രസകരമായ ഒരു ഓർമ്മ എന്നത് സ്റ്റേജിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ പക്കമേളക്കാർ എല്ലാം അണിനിരന്നു. മുൻനിരയിൽ തന്നെ നൃത്തം കാണാനുള്ള അവസരം ലഭിച്ചു. സ്റ്റേജിൽ നിന്നും അധികം ദൂരെയല്ലാതെ ഇരിക്കാനും കഴിഞ്ഞു. ആ സമയത്താണ് അവിചാരിതമായി സ്റ്റേജിൽ എൻ്റെ 3-4 സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചെറിയ ചൂലുകൊണ്ട് അവിടെ വൃത്തിയാക്കുന്നത് കണ്ട്, എന്താണ് ഇങ്ങനൊരു പ്രവൃത്തി എന്നറിയാൻ വേണ്ടി ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു. അവിടെ 1-2 മുട്ടുസൂചി കിടക്കുന്നത് കണ്ടു. അത് എവിടെ കിടക്കുന്നു എന്ന് കണ്ണിൽ തെളിയുന്നില്ല. നൃത്തം തുടങ്ങുന്നതിന് മുന്നേ ഇത് കേട്ടപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി. പിന്നെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് പെട്ടെന്ന് തന്നെ അവിടമെല്ലാം തൂത്ത് വൃത്തിയാക്കി. അതിശയത്തോടെ ഓരോരുത്തരും നോക്കുന്നു, എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അതിൻ്റെ ഒരു സംഘാടകൻ ക്ഷമാപൂർവ്വം പറഞ്ഞു, എങ്ങനെയോ ഈ സ്റ്റേജിൽ 1-2 മുട്ടുസൂചികൾ കണ്ടു. അത് കാലിൽ കയറിയാലുള്ള അവസ്ഥ പറയാവതല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൃത്തിയാക്കൽ നടത്തേണ്ടി വന്നത്. ക്ഷമിക്കുക, ഉടനെ നൃത്തങ്ങൾ ആരംഭിക്കുന്നതാണ് എന്നുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവരുടെ സ്റ്റേജ് പെർഫോമൻസ് തുടങ്ങുമ്പോൾ തന്നെ നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കയ്യടി. ആദ്യത്തെ ഗണേശസ്തുതിയാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അവരുടെ ഒറ്റയ്ക്കുള്ള ആ പ്രകടനം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും പിൻവാങ്ങി. അത് കഴിഞ്ഞ് അവരും അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുമായി ഒരുപാട് ശ്രീരത്നങ്ങൾ കൂടെയുണ്ട്. ഇടമുറിയാതെ സമയം നഷ്ടപ്പെടാമെടുത്താതെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ അവർ ഭരതനാട്യത്തിലെ വിവിധ ഇനങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഓരോന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ ഭാവം, അതിൻ്റെ കഥ, അതിൻ്റെ രംഗത്തുള്ള മറ്റ് കാര്യങ്ങൾ വളരെ വിശദമായി അവർ ഇംഗ്ലീഷിൽ പ്രതിപാദിക്കുകയുണ്ടായി. കാരണം വിവിധ സ്റ്റേറ്റുകളിലെയും വിവിധ സ്ഥലങ്ങളിലുള്ള ഒരുപാട് പേരാണ് ആ നാട്യം കാണാനായിട്ട് മുന്നിലിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. 2.5 മണിക്കൂർ എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് മുന്നിലൂടെ
സ്റ്റേജിൽ കയറി അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആശാനെ, ഞങ്ങൾക്ക് ഭരതനാട്യത്തെക്കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് പറയാനും ചോദിക്കാനൊന്നും വയ്യ. കിട്ടിയ ചാൻസാണ്. കയ്യൊപ്പ് വാങ്ങിച്ചോ, സ്നാപ്സൊക്കെ എടുത്തോ. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സാഹിത്യവും കലയൊക്കെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ. ഞങ്ങൾ ചോദിച്ചെന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അന്നും ഓട്ടോഗ്രാഫ് വാങ്ങി 4-5 ചിത്രങ്ങൾ എടുത്തു. അപ്പോൾ ഞാൻ മുൻകൂട്ടി മനസ്സിൽ കരുതിയ 1-2 ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചത് ഇത്തരത്തിലാണ്. നമ്മുടെ ഭാവം, മനസ്സിലുണ്ടാകുന്ന ഭാവമല്ലേ മുഖത്ത് പ്രകടമാകുന്നത്. അപ്പോൾ ഓരോ നാട്യവും രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാവങ്ങൾ മുഖത്ത് പ്രകടമാകണം. ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരിച്ചിട്ട് അവരെന്നെ ഒന്ന് നോക്കി. ഇങ്ങനത്തെ ഒരു ചോദ്യം ആദ്യമായിട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭരതനാട്യത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത മറുപടി ഇതാണ്. അഹങ്കാരത്തോടെയല്ല, വിനയത്തോടെ ഞാൻ പറഞ്ഞു, ഏത് കലാരൂപവും മനുഷ്യ മനസ്സിനെ ആസ്വദിക്കാൻ കഴിയും. അവിടെ ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ വ്യാകരണം ഇതൊന്നും ബാധകമേ അല്ല. ഈ നിറഞ്ഞു കവിഞ്ഞ ഈ സദസ്സിൽ എത്ര പേർ നാട്യത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നുണ്ടാവും? എത്ര പേർ നാട്യശാസ്ത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും? അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ മാഡം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ചിരിച്ചു. ഒരു നൃത്തം കണ്ട് ആസ്വദിക്കുമ്പോൾ അതിലെ അപാകതകൾ നമ്മുടെ മുന്നിൽ നിഴലിച്ചു വരും. പക്ഷെ അതിലെ താളലയങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്നറിഞ്ഞുകൊണ്ടല്ല, മറിച്ച് അതറിയാനുള്ള താല്പര്യം. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു. ഇനി 2 ചോദ്യം കൂടെ ചോദിക്കാവുള്ളൂ, ഞാൻ അത്ര ക്ഷീണിതയാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചത്, ഇന്ത്യയിലെ മികച്ച കലാകാരികളിൽ 2 പേരുടെ പേര് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, 1 രുക്മിണി അരുണ്ടേൽ, 2 പത്മ സുബ്രഹ്മണ്യം. ശരിക്കും സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഒരു കലാകാരി മറ്റൊരു കലാകാരിയെ ഉയർത്തി പറയുമ്പോൾ അത് അറിവിൻ്റെ ഉന്നതിയെയും കലയുടെ ഉന്നതിയെയും ചൂണ്ടിക്കാട്ടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ കടന്ന് മറ്റുള്ളവരുടെ നൃത്തത്തെയും മറ്റുള്ളവരുടെ അവതരണ രീതിയെയും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നാം ഒന്നുമല്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മൾ വലിയവരാകുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്രയോ തവണ ഞാൻ നൃത്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെക്കാട്ടിലും കഴിവുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും വളരുകയാണ് അല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് മറുപടിയും പറഞ്ഞു. ഇനി ഞാൻ ഗ്രീൻ റൂമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ തൊഴുകയോടെ പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് ഓടിയെന്ന് പറഞ്ഞു,
ചേട്ടാ മതിയായില്ലേ? ഇനി ഞങ്ങൾക്ക് അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവരെ ഹോട്ടലിൽ കൊണ്ടുപോകണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്, നാളത്തെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തിരക്കണം. ശരി എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി അവിടുന്ന് വീണ്ടും ഫുജൽ ഉംറയിലേക്ക് പോകണം. കാറില്ല, എൻ്റെ സുഹൃത്തിൻ്റെ കാറ് അന്ന് വർക്ക്ഷോപ്പിലാണ്. അങ്ങനെ ടാക്സി പിടിച്ച് പോകുമ്പോൾ ദീർഘനിശ്വാസത്തോടെയാണ് അതിനകത്തിരിക്കുന്നത്. കാരണം ഇത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ 2 ദിവസത്തെ ശമ്പളം ടാക്സി ഫെയറായിട്ട് കൊടുക്കണം. എങ്കിലും എൻ്റെ കൂടെ വന്ന മറ്റൊരു സുഹൃത്ത്, അതിനടുത്തിറങ്ങുന്നൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, കലയെ സ്നേഹിക്കുന്നവർ, കലയെ ആസ്വദിക്കുന്നവർ, കലയെ ഉൾക്കൊള്ളുന്നവർ ആണ് ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളെയും എന്തെല്ലാം ബുദ്ധിമുട്ടുകളെയും മറികടന്ന് ഈ തിയേറ്ററിൽ വന്നിരിക്കുന്നത്. അതെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചും ഈ പ്രോഗ്രാം കാണാനായി ഇവിടെ എത്തിയത്. ഇനി ഈ വ്യക്തിത്വത്തെ എന്ന് കാണാൻ കഴിയും? ഇനി കാണാൻ കഴിയുമോ? കാരണം ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളാണ്. അപ്പോൾ ആ തലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആരെ കാണും, ആരെ കാണില്ല എന്നതും പ്രസക്തമായിട്ടുള്ള ഒന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുറേ നേരം എൻ്റെ സുഹൃത്ത് മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ശരിയാണ്, നാളെ എന്നെ എങ്ങനെ നിങ്ങൾ കാണും, നിങ്ങളെങ്ങനെ എന്നെ കാണും? കാരണം തിരക്കാണ്, ജീവിതത്തിൻ്റെ തിരക്കാണ്. ആ തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന ചില അസുലഭ നിമിഷങ്ങളും മുഹൂർത്തങ്ങളുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. 15 വർഷക്കാലം 1989 മുതൽ 2004 വരെ ഖത്തറിലെ ജീവിതം പറഞ്ഞാൽ തീരില്ല, അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അത്രമാത്രം കഠിനമായ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയതിൻ്റെ പ്രതിഫലനം കൂടിയാണിത്. ഇത്തരുണത്തിൽ ഇന്നും നാട്യത്തിൻ്റെ നടനകലയുടെ ലോകത്ത് ജീവിക്കുന്ന ശ്രീമതി ചിത്രാ വിശ്വേശ്വരന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.